ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പച്ചരിയും ക്യാരറ്റും കൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എണ്ണയൊന്നും ചേർക്കാത്ത ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ പലഹാരമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പച്ചരി നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. ഒരു 3 മണിക്കൂർ നേരമെങ്കിലും ഇത് കുതിർത്ത് വെച്ചിരിക്കണം. എത്രത്തോളം കുതിർന്ന് കിട്ടുന്നോ അത്രയും നന്നായിരിക്കും നമ്മുടെ ഈ ഒരു പലഹാരം. അത് കുതിർത്ത് വെച്ചിരുന്ന ആ ഒരു വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പച്ചരി സാദാ പച്ചരിയോ റേഷൻ പച്ചരിയോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഒരു പകുതി ക്യാരറ്റ് എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പച്ചരിയുടെ കണക്കനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും പറയുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 മുറി തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര ഉരുക്കിയതാണ്. ഒരു 150 ഗ്രാം ശർക്കര 250 ml കപ്പിൻ്റെ വെള്ളം വെച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടാണ് ആ ഒരു അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് പകരം നിങ്ങൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം 250 ml കപ്പിൻ്റെ അളവിൽ ഇത് അരച്ചെടുക്കാനായിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പരുവം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഒട്ടും തന്നെ ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരുപാട് അങ്ങ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നില്ല. ഈ ഒരു പരുവത്തിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു പാനിൽ തന്നെ ആ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരിക്കണം. എത്രത്തോളം സമയം വേവാനെടുക്കുന്നോ അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. എന്നാലാണ് കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അടിയൊക്കെ കരിഞ്ഞു പോവും. ഈ ഒരു മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ഹോളിൽ നമ്മളൊരു പേപ്പർ തിരികെ വെച്ച് കൊടുക്കണം. എയർ ടൈറ്റ് ചെയ്തിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 10 മിനിറ്റ് സമയം ഇതുപോലെ വെച്ചിരുന്നാൽ നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയായി കിട്ടും. ഇത് വെന്തോന്ന് നോക്കാനായിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ടോ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് കുത്തി നോക്കുക. മാവ് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ലാന്നും മാവ് പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വെന്തോന്നുമാണ്. അപ്പോൾ ഇതാ പച്ചരിയും ക്യാരറ്റും കൊണ്ട് ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരം റെഡിയായി കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.